ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റും അതുപോലെ ഉണ്ടാക്കാൻ എളുപ്പമായിട്ടുള്ള തക്കാളിച്ചോറാണ്. ഇത് മുതിർന്നവർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. ഇതിന് പ്രത്യേകിച്ച് കറിയോ ഉപ്പേരിയോ ഒന്നും തന്നെ വേണ്ട. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ തക്കാളിച്ചോറ് ഉണ്ടാക്കാമെന്ന് കണ്ടിട്ട് വരാം. തക്കാളിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കപ്പോൾ ആദ്യമായിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് ആദ്യം കറിവേപ്പില ഇട്ട് കൊടുക്കാം. കൂടെ ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു മീഡിയം സൈസുള്ള വെല്ലുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉള്ളി പെട്ടെന്ന് വാടിക്കോളും. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ മെയിൻ കൂട്ടായിട്ടുള്ള 2 തക്കാളി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വലിയ തക്കാളിയാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി എത്ര കൂടിയാലും കുഴപ്പമില്ല, കാരണം നമ്മുടെ തക്കാളിച്ചോറിൻ്റെ പ്രധാന ചേരുവ തക്കാളി തന്നെയാണ്. ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ഇതൊന്ന് വാടട്ടെ. തക്കാളി വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി 2 ടീസ്പൂൺ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, 3 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് വെക്കാം. പച്ചമുളക് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ പച്ചമുളക് ചേർക്കാം. തക്കാളി നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കണം. ഇത് ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു ഡിഷാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഇതൊന്ന് മൂക്കട്ടെ. അപ്പോൾ മുളക് പൊടി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരാൾക്കുള്ള റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ഒരു ബൗള് പൊന്നിയരി ഇട്ട് കൊടുക്കുക. നമുക്ക് പിന്നെ സോണ മസൂരി റൈസും ഉപയോഗിക്കാം, അതായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഇത് മിക്സ് ചെയ്യാനും കൂടെ ബാക്കിയുള്ളൂ. നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്, ടൊമാറ്റോ റൈസ്. മട്ടരിയും കുറുവാരിയും ഒക്കെ എടുക്കുമ്പോൾ ഇത്രയ്ക്ക് ടേസ്റ്റ് അങ്ങോട്ട് കിട്ടത്തില്ല.